സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ഈ ആനന്ദത്തിന്റെ മേഖലയെ കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് എഫെസ് ലേഖനത്തിന്റെ ഫിലിപ്പേ ലേഖനത്തിന്റെ 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. ഫിലിപ്പേ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം പറയുകയാണ്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പൊ നമ്മുടെ കർത്താവിൽ ആനന്ദിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ ആനന്ദവും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിലാകണം എന്ന് തിരുവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആനന്ദത്തിനും സന്തോഷത്തിനും പല കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. നമുക്ക് ആനന്ദിക്കാനും സന്തോഷിക്കുവാനും നമ്മൾ ഒത്തിരിയേറെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടും. കഴിഞ്ഞ ദിവസം നമ്മള് ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ ടിവിയിലൊക്കെ കണ്ട കാര്യമാണ്. ആളുകള് ഇലക്ഷൻ റിസൾട്ടിൽ ഒത്തിരി ആനന്ദിക്കുകയാണ്. അവരെ ഓരോ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച ഓരോ വ്യക്തികളെയും തോളിലേറ്റിക്കൊണ്ട് വലിയ ആരവം മുഴക്കി, ചെണ്ട ഒക്കെ കൊട്ടി, ലഡുവൊക്കെ വിതരണം ചെയ്ത് അവര് സന്തോഷിച്ച് മുൻപോട്ട് നീങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഇവരെ ഓരോരുത്തരെയും വിളിച്ചു നിർത്തി ചോദിക്കുകയാണെങ്കിൽ ഇതിലെന്ത് ആനന്ദമുണ്ട് ഇവർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യം പറഞ്ഞാല് അത്ര പ്രസക്തമായ ഒരു കാരണവും ആനന്ദവും ഇവർക്ക് പറയാനില്ല. ഒരുപക്ഷെ ഇലക്ഷനിൽ ജയിച്ച വ്യക്തിക്ക് ആ ഒരു ആനന്ദം കാണും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു ആനന്ദം, നീണ്ടു നിൽക്കുന്ന ഒരു ആനന്ദം, പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരു ആനന്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ഇത്തരത്തില് ചെറിയ ചെറിയ ആനന്ദങ്ങളില് മുഴുകി നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു സംഭവം കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഭോഷനായ ധനികൻ. അവൻ തന്റെ ജീവിതത്തിൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അവന് തന്റെ അറപ്പുരകളില് ഒത്തിരിയേറെ സമ്പാദ്യം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയുകയാണ്, ഇനി തിന്നു കുടിച്ച് ആനന്ദിക്കാം. അപ്പൊ അവന്റെ ജീവിതത്തിൽ സമ്പത്തേറി കഴിയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമാണ്, ഇനി തിന്നു കുടിച്ച് ആനന്ദിക്കാം. അവന് ജീവിതത്തില് ഒത്തിരിയേറെ സമ്പത്തുണ്ടായതിന്റെ ആനന്ദമാണ്. ഒത്തിരിയേറെ സമ്പത്തുണ്ടായപ്പോൾ അവൻ ചെയ്യുന്ന കാര്യം 1 തിന്നുക, 2 കുടിക്കുക, 3 ആനന്ദിക്കുക. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തില്, സന്തോഷം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തില് അവൻ ലഭിക്കുന്നത് തിന്ന് കുടിച്ച് ജീവിക്കുന്നത് വഴിയാണ്. അപ്പോൾ അവന്റെ ജീവിതത്തില് നീണ്ടു നിൽക്കുന്നതാണോ അതെന്ന് ചോദിച്ചാല് അല്ല എന്ന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. കാരണം അവന്റെ സമ്പാദ്യങ്ങള് അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാല്, അല്ലെങ്കിൽ സമ്പാദ്യങ്ങളിൽ നിന്ന് അവന്റെ ജീവിതത്തെ എടുത്തു മാറ്റി കഴിഞ്ഞാല് പിന്നെ അവന് സന്തോഷിക്കുവാനൊന്നുമില്ല. ആ ഒരു ചോദ്യമാണ് ദൈവം അവനോട് ചോദിക്കുന്നത്. ഈ രാത്രിയില് നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെട്ടാല് നിന്റെ സ്ഥിതി എന്താവും? ഈ ആനന്ദം നിന്റെ നിലനിൽക്കുന്ന ഒരു ആനന്ദമായിട്ട് നിന്റെ ജീവിതത്തില് പിന്നീട് തുടർന്നു വരുന്ന നിന്റെ ആത്മീയ ജീവിതത്തിലെ മേഖലയിൽ തുടർന്നുകൊണ്ട് പോകാൻ നിനക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന ഓരോ സൗഭാഗ്യങ്ങളും എത്രമാത്രം നീണ്ടു നിൽക്കുന്ന ആനന്ദമായിട്ട് നമ്മളില് മാറുന്നുണ്ട്. ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട്, ദൈവത്തില് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് ആ ആനന്ദം എത്രമാത്രം നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ല എങ്കിൽ ഒരുപക്ഷെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് നമ്മൾ കാണുന്ന ഒരു ജനത്തിന്റെ മുറവിളിയായിട്ട് നമ്മുടെ ജീവിതത്തിലെ പല രീതികളും മാറും. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഒത്തിരിയേറെ വിവാഹങ്ങള് നമ്മുടെ നാട്ടില് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ വിവാഹത്തിനും അതിനപ്പുറത്തേക്ക് ഒന്നിന്റെ മികച്ചതായിട്ട് മറ്റൊന്നിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഓരോരുത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാമോദിസ നടത്തുമ്പോൾ ഓരോന്നിനും അപ്പുറത്തേക്ക് ഓരോന്നിനും മത്സരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്ന ഒരു കാര്യം ഇതാ, നമ്മള് ഭോഷനായ ധനികനെ പോലെ പറയുകയാ, തിന്ന് കുടിച്ച് ആനന്ദിക്കുക. കാരണം നാളെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് അവര് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഈ ഒരു ചിന്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ജനം പങ്കുവയ്ക്കാൻ നമുക്ക് കാണാൻ പറ്റും. അവര് വിളിച്ചു പറയുകയാണ്, നാളെ എന്ന് പറയുന്നത് നമുക്കില്ല, അത് ഇന്നുകൊണ്ട് എല്ലാം അവസാനിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് തിന്ന് കുടിച്ച് ആനന്ദിക്കാം. നാളെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് ഇല്ലാത്ത ഒരവസ്ഥ. നാളത്തേക്കുള്ള ഒരു കാര്യവും നമ്മൾ ചിന്തിക്കുന്നില്ല. നാളെ എന്ന് പറയുന്നത് ഒരുപക്ഷെ അകലങ്ങളിൽ എവിടെയോ കഴിയുന്ന ഒരു കാര്യമാണ്. സ്വർഗത്തെ കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തില് ഈ മരണത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതത്തിന്റെ അവസ്ഥയെ കുറിച്ചോ ഒക്കെ നമ്മൾ പറയുമ്പോൾ പലരും പറയും, അതൊക്കെ വരാനിരിക്കുന്ന ഒരു കാലമല്ലേ, അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നുള്ളതേ ഉള്ളൂ, നാളെ എന്ന് പറയുന്നത് അങ്ങ് വിദൂരത്തിലാണ്. അതുകൊണ്ട് ഇന്നുള്ളതിനെ ഏറ്റവും ഫലപുഷ്ടമായ രീതിയിൽ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കണം. ഈ തിന്നുകുടിച്ച് ആനന്ദിക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് പോവുകയാണ്.
ഇപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് വിജാതീയരായ ജനതയ്ക്ക് ഉണ്ടായിരുന്ന നിലപാട്, അല്ലെങ്കിൽ അന്ന് ആ ജനം എടുത്ത നിലപാട്, ഭോഷനായ ധനികന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന നിലപാട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വെല്ലുവിളി ഇന്ന് നമ്മൾ നേരിടുന്നുണ്ട്. ദൈവത്തെ വിട്ടുകൊണ്ടുള്ള ഒരാനന്ദം, ദൈവത്തെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരാനന്ദം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂട്ടുപിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാര്യങ്ങൾ ഉയർത്തി നമുക്ക് പറയാം ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഈ രാത്രിയിൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം ദൈവികമായ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ സമ്പത്തിനെ കുറിച്ചുള്ള ആനന്ദം നമുക്കുണ്ടാകാം, തിന്ന് കുടിച്ച് ആനന്ദിക്കുവാനുള്ള വക നമുക്കുണ്ടാകാം, ജീവിതത്തിൽ ഇനിയും ഒന്നിനെ കുറിച്ചും പ്രാരാബ്ധപ്പെടേണ്ട കാര്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ എത്രമാത്രം നിലനിൽക്കുന്ന ഒരു ആനന്ദമായിട്ട് ഈ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ നിറയുന്നുണ്ട്. അപ്പോൾ നിലനിൽക്കുന്നതല്ല എങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഇത് ദൈവികമായ ഒരു ആനന്ദത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതാണ്, അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ആ ഒരു ആനന്ദത്തെ കുറിച്ചാണ് നമ്മളോട് വിശുദ്ധ ഗ്രന്ഥത്തിൽ സംസാരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന ആനന്ദം എന്ന് പറയുന്നതും ഫിലിപ്പിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന ആനന്ദവും ഒക്കെ ഈ ഒരു ദൈവികമായ ആനന്ദത്തെ കുറിച്ചാണ് പറയുക. അപ്പൊ ദൈവികമായ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എങ്ങനെയാണ് യേശുവില് ഈ ആനന്ദം നിറഞ്ഞത് എന്ന് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തില് 10-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇപ്പൊ കർത്താവായ ഈശോ ആനന്ദിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവില് ആനന്ദിക്കുന്ന വ്യക്തിയായിട്ടാണ് ഈശോയെ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ആനന്ദത്തിന്റെ ദൈവകൃപ അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു ആനന്ദമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിറയെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ആനന്ദം, പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ഈശോയ്ക്ക് ലഭിച്ച ആനന്ദം നിരന്തരം സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും ഈ ഒരു സന്ദേശമാണ് പകർന്നു തരാനുള്ളത്. ലൂക്കായുടെ സുവിശേഷത്തില് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ് ഈ സന്തോഷവും ആനന്ദവും. പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചതിന് ശേഷം എലിസബത്തിന്റെ അടുത്തിലേക്ക് നടക്കുന്ന യാത്രയിൽ വിവരിക്കപ്പെടുന്നത് ഈ ഒരു ആനന്ദത്തെ കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 39 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. മറിയം അതിവേഗം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. സക്കറിയായുടെ വീട്ടിലെത്തി അഭിവാദനം ചെയ്തു. എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്ന മറിയം എലിസബത്തിന്റെ ഈ ഉദരത്തിലെ ശിശുവിനെ കൂടി അഭിവാദനം ചെയ്യുകയാണ്. എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശുവിനെ കൂടിയാണ് മറിയം അഭിവാദനം ചെയ്യുന്നത്. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് ആദ്യം ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുക. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മറിയം എലിസബത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. കൂട്ടത്തിൽ ഉദരത്തിലുള്ള സ്നാപക യോഹന്നാനെ അഭിവാദനം ചെയ്യുന്നു. അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുകയാണ്. കാരണം മറിയത്തില് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്. അവള് ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. എലിസബത്ത് തിരിച്ചു പറഞ്ഞു, നീ ഈ ഭവനത്തിലേക്ക് കാലുകുത്തിയ നിമിഷം അനുഗ്രഹീതമായ നിമിഷമാണ്. കാരണം ദൈവത്തിന്റെ അമ്മയാണ് എന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. ഇത് വലിയ അഭിഷേകത്തിന്റെ നിമിഷമാണ്. നീ അഭിവാദനം ചെയ്ത നിമിഷത്തിൽ എന്റെ ഉദരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറയുന്നതിന് പകരം എലിസബത്ത് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ചേർന്ന് പറയാം ഹല്ലേലൂയ. എന്റെ ഉദരത്തിൽ ശിശു പരിശുദ്ധാത്മാവിനാൽ കുതിച്ചു ചാടി എന്ന് പറയുന്നതിന് പകരം എലിസബത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്.
നീ എന്നെ അഭിവാദനം ചെയ്ത നിമിഷത്തിൽ എന്റെ ഉദരത്തിൽ ശിശു ആനന്ദത്താൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നിറയുന്ന ഇടങ്ങളിൽ ലഭിക്കുന്ന അഭിഷേകമാണ് ആനന്ദം. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവള് കടന്നു ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്ത നിമിഷത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ച നിമിഷത്തില് അവിടെ ഉദരത്തില് ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞപ്പോൾ സ്നാപക യോഹന്നാൻ സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി എന്ന് പറയുകയാണ്. അമ്മയുടെ ജീവിതത്തിൽ മാത്രമല്ല, കുഞ്ഞിന്റെ ജീവിതത്തിൽ മാത്രമല്ല, ആ ചുറ്റുപാട് മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭവനങ്ങളും നമ്മുടെ കൂട്ടായ്മയും എല്ലാം ഇതുപോലെ ആനന്ദത്തിന്റെ ഇടമായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ശുശ്രൂഷകളും എല്ലാം ആനന്ദത്തിന്റെ ഇടങ്ങളായിട്ട് മാറണം. ചേർന്ന് പറയാം ഹല്ലേലൂയ. കാരണം അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. ശുശ്രൂഷയുടെ മേഖലകളില്, ഭവന പ്രാർത്ഥനയുടെ നിമിഷങ്ങളില്, നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം ആനന്ദത്തിന്റെ നിമിഷങ്ങളായിട്ട് പ്രാർത്ഥനയുടെ നിമിഷങ്ങളും തുടർന്നുള്ള ദൈവാനുഭവത്തിന്റെ മേഖലകളും മാറാനുള്ള കാരണം പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഈ ആനന്ദമുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. എത്രമാത്രം ഈ ആനന്ദത്തിന്റെ ചൈതന്യത്തില് ജീവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആദ്യ സന്ദർശകരാണ്. അവരുടെ പേര് ആട്ടിടയന്മാര് എന്നാണ് പൊതുവിൽ കൊടുത്തിരിക്കുക. ആ പ്രദേശത്തെ വയലുകളില് ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ ജനന വാർത്ത അറിയിക്കുകയാണ്. ആ സമയം ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടുകൊണ്ട് ഈ ആട്ടിടയന്മാര് വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവം കാണുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉണ്ണീശോയെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്ന ദൂതന്മാരെ അവര് വിട്ടുപോയപ്പോൾ അവര് ബേത്ലഹേം വരെ പോകാമെന്ന് പറഞ്ഞ് യാത്രയായി. അവിടെ ചെന്ന് അതിവേഗം പോയി മറിയത്തെയും യോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. അപ്പൊ ഇവർക്ക് വലിയ സന്തോഷമാണ് ഇവരുടെ ജീവിതത്തിലുള്ളത്. സന്തോഷത്തിന്റെ സദ്വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തില് അവർ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ കുറച്ചു മുമ്പേ വായിച്ചു കേട്ട ലൂക്കാ സുവിശേഷത്തിന്റെ ഈ 10-ാമത്തെ അധ്യായത്തിലെ ഈശോയുടെ നിലപാട് ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് അവൻ ദൈവത്തെ സ്തുതിച്ചു എന്നാ പറയുന്നത്. ശിശുക്കളുടെയും ബാലകരുടെയും അധരങ്ങളിലേക്ക് ഈ വിജ്ഞാനത്തിന്റെ നിറവ് പകർന്നതിനെ ഓർത്ത് ദൈവമേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ദൈവസ്തുതി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ നന്ദിയോടെ ഓർക്കുമ്പോൾ അവിടെ വലിയൊരു ആനന്ദം വെളിവാകുന്നുണ്ട്. ഈ ആട്ടിടയന്മാരുടെ ജീവിതത്തിലെ ആനന്ദമാണ് വെളിവാകുന്നത്. അവരുടെ ജീവിതത്തില് വലിയ ആനന്ദത്തിന്റെ അനുഭവമാണ്. ഈശോയെ കണ്ടുമുട്ടിയ ഉണ്ണീശോയെ കണ്ട അനുഭവം വലിയ ആനന്ദത്തിന്റെ അനുഭവമാണ്. വലിയ ആനന്ദത്തോടുകൂടി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചുപോയി ആത്മാവിന്റെ നിറവുള്ള വ്യക്തികളായിട്ട് അവർ മാറുകയാണ്. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തില് യേശുവിനെ കണ്ട് ആനന്ദിക്കുന്ന 2 വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. അവർ മറ്റാരുമല്ല, ശിമയോനും അന്നായുമാണ്. ശിമയോനും അന്നായും എങ്ങനെയാണ് ജീവിച്ചതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസവും പ്രതീക്ഷിതനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ശിമയോന്റെ ഒരു പ്രത്യേകത മാത്രമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ എടുത്തു കാണേണ്ടതുള്ളൂ. അവന് പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? കർത്താവിന്റെ അഭിഷിക്തനെ അവൻ കൈകളിൽ എടുക്കുമ്പോൾ ശിമയോൻ ശിശുവിനെ കൈയിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടേക്കണമേ. എന്നാൽ സകല ജനതകൾക്ക് വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു.
അവൻ സന്തോഷിച്ചുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെയും ശിമയോൻ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശിമയോൻ ശിശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശിമയോൻ രൂപപ്പെടുവാനുള്ള കാരണം അവന് വലിയ ആനന്ദം ലഭിക്കുകയാണ്, അവന് വലിയ സന്തോഷമുണ്ടായി. കാരണം കാലങ്ങൾ കാത്തിരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഇവന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുക. കാലങ്ങളിലൂടെ പലരും ആഗ്രഹിച്ചിട്ട് ഇന്ന് തന്റെ കൈകളിൽ എത്തിയിരിക്കുന്ന ഈ രക്ഷയുടെ വലിയ സമ്മാനത്തെ ഓർത്തുകൊണ്ട് അവൻ ആനന്ദിക്കുകയാ. കാരണം അവന്റെ ഉള്ളില് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. ചേർന്ന് പറയാം ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആനന്ദത്തിന്റെ ഒരു ഗാനം നമുക്ക് ആലപിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കാരണം ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ. സ്വത്തോ പണമോ കുടുംബത്തിന്റെ സംരക്ഷണമോ ഒന്നുമല്ല നമ്മളെ ആനന്ദത്തിലേക്ക് നയിക്കേണ്ടത്. തിന്നുകുടിച്ച് ആനന്ദിക്കാം. അറപ്പുരകൾ നിറഞ്ഞിട്ടുണ്ട്, ധാരാളം സമ്പാദ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞ ഭോഷനായ ധനികനെ പോലെ അല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്. അല്ലെങ്കിൽ തിന്നുകുടിച്ച് ആനന്ദിക്കാം, നാളെ എന്ന് പറയുന്നത് ഇല്ല. ഇന്ന് നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങള് നമുക്ക് ആസ്വദിക്കാം എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ ജനതയെ പോലെ അല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്. നമ്മൾ ആനന്ദിക്കേണ്ടത് ആത്മാവിലാണ് എന്ന് തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, നമ്മൾ കർത്താവില് എപ്പോഴും സന്തോഷിക്കണം. വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുവിൻ. ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ആത്മാവിൽ ആനന്ദിക്കാൻ, യേശുവിനെ പോലെ ആനന്ദിക്കാൻ നമുക്ക് അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം എലിസബത്തിനെ സന്ദർശിച്ച് അവളെ കണ്ടുമുട്ടുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം എലിസബത്തിനെ കണ്ടുമുട്ടുമ്പോൾ അഭിവാദനം അർപ്പിക്കുകയാ. അഭിവാദനം അർപ്പിച്ച നിമിഷത്തില് പരിശുദ്ധാത്മാവ് എലിസബത്തിലും ഉദരത്തിലെ ശിശുവിലും നിറഞ്ഞു എന്ന് തിരുവചനത്തിൽ ലൂക്കാ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത വചനത്തിൽ എലിസബത്തിന്റെ അധരങ്ങളിലൂടെ പറയപ്പെടുകയാ, ഇതാ സന്തോഷത്താൽ എന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളിടത്താണ് സന്തോഷം നിറയുന്നത്, ആനന്ദം നിറയുന്നത്. നമുക്ക് ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് മടങ്ങുന്ന, ആത്മാവിൽ സന്തോഷിച്ച് ദൈവപുത്രനെ കണ്ട് അഭിഷേകം പ്രാപിച്ച് മടങ്ങുന്ന ആട്ടിടയന്മാരെ പോലെ ദൈവപുത്രനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ശിമയോനെ പോലെ സുവിശേഷത്തിന്റെ ആനന്ദം, സുവിശേഷത്തിന്റെ സന്തോഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറയുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമുക്ക് കരങ്ങൾ കൂപ്പി പാടി പ്രാർത്ഥിക്കാം.